പറയാനുള്ളത് തരൂർ പറയും. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച തരൂരിന്റെ ലേഖനത്തിലാണ് പരാമർശം. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണം. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ്മ ആവശ്യമാണെന്നും കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി. ഇത് പറയുന്നത് മറ്റാരുമല്ല, പ്രമുഖ കോൺഗ്രസ് നേതാവായ ശശി തരൂരാണ്. തരൂർ ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരാമർശിക്കുന്നത് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ കുടുംബവാഴ്ചയാണ്. ഇന്ത്യയിൽ ഇത്തരമൊരു മോശം പ്രവണതയ്ക്ക് തുടക്കമിട്ടത് നെഹ്റു കുടുംബം പറയുന്നു. ഒന്നോർക്കണം, രാജ്യത്ത് BJP കോൺഗ്രസിനെതിരെ നടക്കുന്ന ശക്തമായ പ്രചരണങ്ങളിലൊന്നാണ് കോൺഗ്രസിലെ കുടുംബവാഴ്ചയെക്കുറിച്ച്. ഇത് ഉന്നയിക്കുന്നത് കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിൽക്കുന്ന ശശി തരൂരാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് BJPയുടെ പ്രചരണം ശശി തരൂർ ഏറ്റെടുക്കുന്നു എന്നതാണ്. ഗാന്ധി കുടുംബത്തെ മാത്രമല്ല തരൂർ ഇക്കാര്യത്തിൽ പരാമർശിക്കുന്നത്, മറിച്ച് രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയുള്ള കുടുംബവാഴ്ചയെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നുണ്ട്. പക്ഷേ നെഹ്റുവിനെ തുടങ്ങി പിന്നീട് ഇന്ദിരാഗാന്ധി, പിന്നീട് രാജീവ് ഗാന്ധി, ഒടുവിൽ സോണിയാഗാന്ധിയിലൂടെ രാഹുൽ ഗാന്ധിയിലേക്കും പ്രിയങ്ക ഗാന്ധിയിലേക്കും പടർന്നുപോയ ആ കുടുംബവാഴ്ച കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ശശി തരൂർ. കൃത്യമായി തന്നെ തരൂർ ലക്ഷ്യം വയ്ക്കുന്നത് നെഹ്റു കുടുംബത്തെ എന്നതാണ്. സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ BJPക്ക് വലിയ രാഷ്ട്രീയ ആയുധം നൽകുന്ന നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ്. ഈ ലേഖനത്തിൽ രൂക്ഷമായ പരാമർശങ്ങൾ തരൂർ നടത്തിയിട്ടുണ്ട് എന്നതാണ് വാസ്തവമായ കാര്യം. രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണ നെഹ്റു കുടുംബമാണ് തുടങ്ങി വെച്ചത് എന്ന പ്രയോഗം തന്നെ ഈ ലേഖനത്തിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് രീതിയില്ല എന്ന കാര്യം കൂടി തരൂർ പറയുന്നുണ്ട്. മുമ്പ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് ശശി തരൂർ. അതുകൊണ്ട് നേതൃത്വത്തിലെ തെരഞ്ഞെടുപ്പിൽ സുതാര്യതയില്ല. ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ചെറു സംഘം ആളുകളോ മാത്രം തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികളിലൊക്കെ ഉണ്ടായിരിക്കുന്ന കുടുംബവാഴ്ച പരാമർശിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം പ്രത്യേകം പറയുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ കൂടി പ്രചരണ വിഷയമായി BJP ഏറ്റെടുക്കുന്നു എന്നതാണ്. കാരണം ലാലു പ്രസാദ് യാദവ് കുടുംബത്തിലെ, അതായത് തേജസ്വി യാദവിൻ്റെ കുടുംബവാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇക്കാര്യത്തിൽ ശശി തരൂർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രമുഖ നേതാവ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നതാണ് BJP ഉന്നയിക്കുന്ന ആക്ഷേപം. അങ്ങനെ ഈ ശശി തരൂരിൻ്റെ പ്രസ്താവന, ഈ ലേഖനം, അത് ബീഹാർ രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും പ്രചരണ വിഷയമാകുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ഇതിൽ രൂക്ഷമായ പ്രതികരണങ്ങളും നീക്കങ്ങളും ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിലേക്ക് വരുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് പൊതുവിൽ നേതൃത്വത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അദ്ദേഹം പാർട്ടി കമ്മിറ്റികൾ സജീവമാകുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിയുടെ നേതൃത്വത്തെ പരോക്ഷമായോ നേരിട്ടോ വിമർശിക്കുന്ന ഒരു പ്രസ്താവനയും ലേഖനവുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ശശി തരൂരിൻ്റെ നീക്കത്തോട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് വലിയ തുടർ ചർച്ചകൾക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് BJP ദേശീയ തലത്തിൽ തരൂരിൻ്റെ പ്രസ്താവന, ഈ ലേഖനം വലിയ പ്രചരണ വിഷയമായി ഏറ്റെടുത്തതുകൊണ്ടുകൂടി തന്നെ ദേശീയ തലത്തിലും ഇത് മുഖ്യമായ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. അതേസമയം തരൂരിന്റെ ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നെഹ്റു കുടുംബമാണ് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാക്കിയതെന്ന ധാരണയുണ്ടാക്കുന്നത് എന്നതായിരുന്നു വിമർശനം. EP ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ വിമർശനം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായത്തിലാണ് വിമർശനം. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജയരാജൻ തനിക്കെതിരെ വൈദേകം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല. സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് P ജയരാജൻ വ്യക്തമാക്കി. എന്നാൽ വിവാദമുയർന്ന സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നു. ആദ്യ യോഗത്തിൽ P ജയരാജൻ ഉന്നയിച്ച വിഷയം ചിലർ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും EP ആത്മകഥയിൽ പറയുന്നു.